ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പൊ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ആറ്റത്തില് എന്തുണ്ടാവും? ഇലക്ട്രോണിക് എനർജി ലെവലുകൾ ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രോണിക് എനർജി ലെവലുകൾ ഉണ്ടാവും. നമ്മൾ മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ആറ്റംസിന് ഇലക്ട്രോണിക് എനർജി ലെവലുകളേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ വൈബ്രേഷൻ എനർജി ലെവലുകളോ അതിൻ്റെ ഇടയിൽ റൊട്ടേഷൻ എനർജി ലെവലുകളോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മൾ ആറ്റം എന്ന് പറയുന്നതിൽ ഇലക്ട്രോണിക് എനർജി ലെവലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം അറ്റോമിക് എമിഷൻ എന്ന് പറയുമ്പോൾ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ദെൻ അവിടെ നിന്ന് അത് എന്ത് ചെയ്യുന്നു? ഡീഎക്സൈറ്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്നു. അപ്പൊ അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെയാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റോമിക് എമിഷൻ ടെക്നിക് ഉണ്ട്, നമ്മൾ ലാബുകളിൽ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റോമിക് എമിഷൻ ടെക്നിക് വെച്ചിട്ട് നമ്മൾ ഒരു എലമെന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ നമുക്കറിയാം ഫ്ലെയിം ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള സാമ്പിളിനെ അല്ലെങ്കിൽ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? HCl വെച്ചിട്ട് പേസ്റ്റ് ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിക്കുന്നു. അപ്പൊ ഫ്ലെയിം ആദ്യം ചെയ്യുന്നത് അതിനെ വേപ്പറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലെയിം ആദ്യം ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേപ്പറൈസ് ചെയ്തതിനു ശേഷം അതിനെ അറ്റോമൈസ് ചെയ്യും. അത് കോമ്പൗണ്ട് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ ബോൺസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് അറ്റോമൈസ് ചെയ്യും. ദെൻ ആ ആറ്റംസ് എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും, ദെൻ ഡി എക്സൈറ്റ് ചെയ്യും. ഓക്കെ, ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. ആ റേഡിയേഷൻ ഏത് വേവ് ലെങ്ത്തിലാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെന്റിനെ ഡിറ്റക്ട് ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ കാൽഷ്യം ബ്രിക്ക് റെഡ് ആണ്, സ്ട്രോൺഷ്യം ക്രിംസൺ റെഡ് ആണ്, ബേരിയം പെയിൽ ഗ്രീൻ കളർ ആണ്, അതുപോലെ തന്നെ സോഡിയം ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും, പൊട്ടാസ്യത്തിന് വയലറ്റ് കളർ ആണ്. അങ്ങനെ നമുക്ക് ഫ്ലെയിം കളർ വെച്ചിട്ട് നമുക്ക് അത് ഏത് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. നമുക്ക് അതിന്റെ ഇൻസ്ട്രുമെന്റേഷനും അതിൽ യൂസ് ചെയ്യുന്ന സോഴ്സുകൾ ഏതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിനുശേഷം അതിന്റെ ആപ്ലിക്കേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് എക്സൈറ്റേഷൻ സോഴ്സുകൾ തന്നെയാണ്. സോ അറ്റോമിക് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മെനി എലമെന്റ്സ് അണ്ടർ suitable excitation emit radiation of characteristic wavelength. It is utilized in the qualitative flame test for alkali and alkaline earth elements. നമുക്കറിയാം ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നതൊക്കെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ട, എക്സൈറ്റ് ചെയ്താൽ മതി. അപ്പൊ അതിന് എനർജി കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ ഫ്ലെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഈ ടെക്നിക്ക് നമ്മൾ കൂടുതൽ എലമെന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള സോഴ്സ് യൂസ് ചെയ്യണം, ദാറ്റ് ഇസ് ഇലക്ട്രിക്കൽ സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം. So by employing more powerful electrical excitation in place of flame, the method can be extended to all metallic and many non-metallic elements. Electrical excitation can be used for determining a large number of elements due to increased intensity and reduced background interference. സോ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബീർ ലാംബർട്ട് ലോ ആണ്. നമുക്കറിയാം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് റേഡിയേഷൻ ആണ് ഏത് വേവ് ലെങ്ത്തിലാണ് വരുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസും അതുപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റി വെച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും പോസിബിൾ ആണ്. So analyte atom are excited and decay back to lower energy level by emitting light. Since the transitions are between distinct energy level, the emission line spectra are specific for particular atom. The position of lines are used for qualitative identification, while the intensities are used for quantitative examination. അപ്പൊ നമ്മൾ സിംപിളി അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു എക്സൈറ്റേഷൻ സോഴ്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, എക്സൈറ്റേഷൻ സോഴ്സ് വേണം, സാമ്പിൾ ഹോൾഡർ വേണം, എൻട്രൻസ് ആൻഡ് എക്സിറ്റ് സ്ലിറ്റുകൾ വേണം, ഡിസ്പേർഷൻ പ്രിസം ഓർ ഗ്രേറ്റിംഗ് വേണം, ഡിറ്റക്ടർ വേണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നെബുലൈസറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ സാമ്പിളിനെ എന്ത് ചെയ്യാണ്? ഫ്ലെയിമിലേക്ക് എത്തിക്കുകയാണ്.
ഈ ഫ്ലെയിം അത് കത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവലും അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഗ്യാസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നെബുലൈസർ എന്താ ചെയ്യുക, ഈ സാമ്പിളിനെ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആക്കിയിട്ട് ഫ്ലെയിമിൽ എത്തിക്കുന്നു. ഫ്ലെയിം അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സാമ്പിൾ കൊടുക്കുന്നു. അങ്ങനെ സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഫ്ലെയിം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യം നമ്മുടെ സാമ്പിള് വേപ്പറൈസ് ചെയ്യുന്നു. ആദ്യം നമ്മുടെ സാമ്പിള് വേപ്പറൈസ് ചെയ്യുന്നു, ദെൻ അത് അറ്റോമൈസ് ചെയ്യുന്നു, ദെൻ അത് എന്ത് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, ഡി എക്സൈറ്റ് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യും. സോ അവിടെ ഒരുപാട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യം ഈ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ലിറ്റ്, ഒരു എൻട്രൻസ് സ്ലിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊന്ന് കൊളിമേറ്റ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് ഒറ്റ ബീം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരൊറ്റ ബീം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വേവ് ലെങ്ത്തുകൾ ഉണ്ടായിരിക്കും. നമ്മൾ കൊടുക്കുന്ന സാമ്പിളിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പോൾ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ എലമെന്റ്സിന്റെ എന്ത് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്തിട്ട് ഡി എക്സൈറ്റ് ചെയ്തിട്ടുള്ള റേഡിയേഷൻസ് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ ലൈൻസ് പോസിബിൾ ആണ്. സോ ആ എല്ലാ വേവ് ലെങ്ത്തും കൂടിയാണ് ഈ ഒരൊറ്റ ബീമിൽ വരുന്നത്. ഓക്കെ, ഒറ്റ ബീമിൽ ആ എല്ലാ വേവ് ലെങ്ത്തും ഉണ്ടായിരിക്കും. ദെൻ അത് എന്ത് ചെയ്യുന്നു, പ്രിസത്തിൽ എത്തുന്നു. പ്രിസത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിസം എന്ന് പറയുന്നത് എന്താണ്, ഈ എല്ലാ വേവ് ലെങ്ത്തിനെയും എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്പേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, ഓരോ വേവ് ലെങ്ത്തിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് മോണോക്രോമാറ്റിക് എന്ന് നമുക്ക് പറയാം. പോളിക്രോമാറ്റിക് ആയിട്ടുള്ള നമ്മളെ റേഡിയേഷനെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് വേവ് ലെങ്ത്തുകളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾക്ക് ഒരു എക്സിറ്റ് സ്ലിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ എക്സിറ്റ് സ്ലിറ്റ് അത് വേരിയബിൾ സ്ലിറ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഡിറ്റക്ടറിൽ എത്തുന്നത് ഈ ഒരു വേവ് ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ ദെൻ നമ്മൾ ഈ സ്ലിറ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, സ്ലിറ്റ് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റേഡിയേഷൻ ഡിറ്റക്ടറിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ സ്ലിറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ വേവ് ലെങ്ത്തുകളും അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ വേവ് ലെങ്തിന്റെയും പൊസിഷൻ, ദാറ്റ് ഇസ് വേവ് ലെങ്ത്തിന്റെ ഏത് വേവ് ലെങ്ത് ആണ്, അതുപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ് നോക്കിയിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആവുന്നു. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സൈറ്റേഷൻ സോഴ്സുകളാണ്. നമുക്കൊരു 7ഓളം സോഴ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. Atomic or ionic sample is introduced at the source where it gets vaporized and excited. Characteristic wavelengths are emitted. Emitted radiation successively pass through an entrance slit and a dispersive device. The wavelength and intensities of individual lines isolated using slits detected with photomultiplier tube and electronically recorded. So excitation sources and excitation sources എന്താ ചെയ്യുക, vaporize ചെയ്യുക, atomize ചെയ്യുക, excite ചെയ്യുക. So the sample എന്ത് ചെയ്യണം, sample must be vaporized, it must be dissociated into atoms, and electrons in the atom must be excited to higher energy level above the ground level, and it should be capable of excite atoms of all elements of interest, and it should provide sufficient line intensity so as to detect these lines within detection limit. So first source എന്ന് പറയുന്നത് ഫ്ലെയിം ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. It is used for those molecules which do not require very high temperature for excitation and dissociation into atom. അധികം ടെമ്പറേച്ചർ ആവശ്യമില്ല, എക്സൈറ്റ് ചെയ്യാൻ അധികം ടെമ്പറേച്ചർ ആവശ്യമില്ല. ദാറ്റ് ഇസ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ കേസിലാണ് നമ്മൾ യൂഷ്വലി ഫ്ലെയിം യൂസ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം ഈസ് ഡിറ്റർമൈൻഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. നമ്മൾ കൊടുക്കുന്ന ഫ്യൂവല്, അതുപോലെ തന്നെ ഓക്സിഡന്റ്, അത് മാത്രമല്ല അവരുടെ കോമ്പിനേഷൻ, ഫ്യൂവൽ ഈസ് ടു ഓക്സിഡന്റ് ഏത് റേഷ്യോയിലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബർണർ ഏതാണ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ സാമ്പിളിനനുസരിച്ചിട്ട് ഏത് ടെമ്പറേച്ചർ ആണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഫ്യൂവലും ഓക്സിഡന്റും ഡിസൈഡ് ചെയ്താൽ മതി. ആ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിലുള്ള ഒരു ഫ്ലെയിം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അനാലിസിസ് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫ്ലെയിമിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫ്ലെയിം കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്. ബേസ് ഉണ്ടാവും, ഒരു ഇന്നർ കോൺ ഉണ്ടാവും, ദെൻ റിയാക്ഷൻ സോൺ ഉണ്ടാവും, ഔട്ടർ മാൻഡിൽ ഉണ്ടാവും. അപ്പൊ നമ്മളെ സാമ്പിൾ നമ്മൾ നെബുലൈസർ വെച്ചിട്ട് ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആക്കിയിട്ടാണ് ഫ്ലെയിമിലേക്ക് ഇൻജെക്ട് ചെയ്യുക. സോ ആ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് എത്തുന്നത് ഫ്ലെയിമിന്റെ ബേസിലേക്കാണ്. ഓക്കെ, ദ സാമ്പിൾ മസ്റ്റ് ബി ലിക്വിഡ് ഇൻ ഓർഡർ ടു ബി ഇൻജെക്റ്റഡ് ഇൻ ടു ദ ഫ്ലെയിം. ഇറ്റ് എൻറ്റേഴ്സ് ദ ഫ്ലെയിം ത്രൂ ബേസ് ഇൻ ദ ഫോം ഓഫ് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ്. അങ്ങനെ ബേസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫ്ലെയിമിന്റെ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, ആ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ സോളിഡ് പാർട്ടിക്കിൾസ് ആണ് ഇന്നർ കോണിലേക്ക് എത്തുന്നത്. These droplets lose their water content and only a few solid particles enter the inner core. Solid particles are vaporized to atomic state for excitation and absorption process starts. Okay, അങ്ങനെ നമ്മൾ ഇന്നർ കോണിൽ എത്തി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്തിട്ട് അറ്റോമിക് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ സോണിൽ എത്തുന്നു.
റിയാക്ഷൻ സോണിൽ എത്തിക്കഴിഞ്ഞാൽ അത് കറസ്പോണ്ടിങ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, ആൻഡ് ഔട്ടർ മാൻഡിൽ വഴി അത് എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. സോ അത്രയാണ് നമുക്ക് ഫ്ലെയിമിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് DC ആർക്കാണ്. ഇതാണ് DC ആർക്കിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോഡ്സ്, ഇവിടെ ഒരു ആർക്ക് ഗ്യാപ്പ് ഉണ്ട്, അവിടെ നമ്മളൊരു ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ സപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡിൽ കോട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഒരു മെറ്റാലിക് ആയിട്ടുള്ള സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ ഇറ്റ്സെൽഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോഡായിട്ട് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഹൈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ആർക്ക് ഗ്യാപ്പിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈ ഇലക്ട്രിക് ഫീൽഡിനെ മീഡിയത്തിന് അയണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ആർക്ക് ഗ്യാപ്പിലുള്ള മീഡിയത്തിന് അത് അയണൈസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് അയോൺസും, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഇലക്ട്രോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ അയോൺസും ഇലക്ട്രോൺസും റെസ്പെക്റ്റീവ് ഇലക്ട്രോഡിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ ഒരു ആർക്ക്, ഒരു ഇലക്ട്രിക് ആർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഇലക്ട്രിക് ആർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. അവിടെ ഈ ഇലക്ട്രിക് ആർക്കിന് ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സെവറൽ ഫാക്ടേഴ്സ് കൊണ്ട് അവിടെ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അവിടേക്ക് നമ്മൾ സാമ്പിൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേപ്പറൈസ് ചെയ്യുന്നു, അറ്റോമൈസ് ചെയ്യുന്നു, എക്സൈറ്റ് ചെയ്യുന്നു, ദെൻ ഡി എക്സൈറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് DC ആർക്ക് ചെയ്യുന്നത്. So a high voltage and high current is applied. So a high voltage and high current create an electric discharge between two electrodes or between the sample and a counter electrode. The heat from the arc vaporizes the sample, excites its atom to emit light at specific wavelength characteristics of the element present. Then graphite is often used as a counter electrode because it withstands high temperature. അപ്പൊ നമ്മളിവിടെ ഇലക്ട്രോഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പിൾ ഇലക്ട്രോഡും ഒരു കൗണ്ടർ ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. ആ കൗണ്ടർ ഇലക്ട്രോഡ് യൂഷ്വലി ഗ്രാഫൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം അതിന് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ആൻഡ് അത് നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയും ചെയ്യും, ആൻഡ് മിനിമൽ സ്പെക്ട്രൽ ഇന്റർഫറൻസ്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ വെരി സെൻസിറ്റീവ് ആസിഡ് വേപ്പറൈസസ് എ റിലേറ്റീവ്ലി ലാർജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ, മേക്കിംഗ് ഇറ്റ് കേപ്പബിൾ ഓഫ് ഡിറ്റക്ടിങ് ട്രേസ് ലെവൽ ഓഫ് എലമെന്റ്. ട്രേസ് ലെവൽ ഓഫ് എലമെന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് DC ആർക്ക് എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് എന്ന് പറയുന്നത് ഈ സറൗണ്ടിങ് മീഡിയത്തിലെ അയോൺസ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇവൻ ആവണമെന്നില്ല, അത് അൺഈവൻ ആണ്. ഓക്കെ, ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ ഇന്റൻസിറ്റി ഓരോ പോലെ ആയിരിക്കും. ഒക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇവൻ സാമ്പിളിംഗ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല റീപ്രൊഡ്യൂസിബിൾ അല്ല റിസൾട്ട്. നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ DC ആർക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഐഡന്റിഫിക്കേഷൻ ബുദ്ധിമുട്ടാവില്ല, പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് ഐഡന്റിഫിക്കേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന സാമ്പിള് ഒരേപോലെ സാമ്പിളിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് എത്രത്തോളം ഉണ്ട് എന്നുള്ള എസ്റ്റിമേഷൻ ബുദ്ധിമുട്ടായിരിക്കും. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് കുഴപ്പമില്ല, നമുക്ക് ഏത് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. പക്ഷെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ ഒരേപോലെ ഇവൻ ആയിട്ട് എന്ത് ചെയ്യണം, അത് വേപ്പറൈസ് ചെയ്യണം. ഓക്കെ, വേപ്പറൈസ് ചെയ്യുക, അറ്റോമൈസ് ചെയ്യുക, എക്സൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് ലൈൻസ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. സോ അതാണ് DC ആർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് AC ആർക്കാണ്. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ നമ്മുടെ വൈൻഡിങ്സിന്റെ എണ്ണം കുറച്ച് കൂട്ടി കൊടുക്കണം. ഓക്കെ, സോ AC ആർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു AC ആർക്ക് ഗ്യാപ്പ് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ AC ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിന്റെ ഡയറക്ഷൻ, കറന്റ് ഫ്ലോന്റെ ഡയറക്ഷൻ മാറുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ സാമ്പിളിംഗ് പോസിബിൾ ആണ്. ഓക്കെ, ആദ്യം ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ പിന്നെ അത് റിവേഴ്സ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർക്ക് എല്ലാ ഡയറക്ഷനിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഇവൻ ആയിട്ട് നമുക്ക് ഇതിന്റെ സാമ്പിളിംഗ് ചെയ്യാൻ പറ്റും. സോ AC ആർക്ക് എന്ന് പറയുന്നത് DC ആർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടെ റീപ്രൊഡ്യൂസിബിൾ ആണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു, ആ ഇലക്ട്രിക് ഫീൽഡ് അയോണൈസ് ചെയ്യുന്നു, ദെൻ കണ്ടക്ട് ആർക്ക് ജനറേറ്റ് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ DC അപേക്ഷിച്ച് ഇതൊന്നും കൂടെ റീപ്രൊഡ്യൂസിബിൾ ആണ് എന്നുള്ളതാണ്.
ഇനി അടുത്തത് ഒരു എ സി സ്പാർക്ക് ഉണ്ട്, ഇതുപോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു സ്പാർക്കും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ സ്പാർക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അവിടെ ഹീറ്റ് എനർജിയും അതുപോലെ തന്നെ ലൈറ്റ് എനർജിയും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് കുറവായിരിക്കും, ദാറ്റ് ഈസ് അവിടെ ലൈറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നമുക്ക് സ്പാർക്ക് യൂസ് ചെയ്യാം. സോ സ്പാർക്ക് ജനറേറ്റ് ലെസ് ഹീറ്റ്, മേക്കിംഗ് ഇറ്റ് ബെറ്റർ ഫോർ അനലൈസിങ് ലോ മെൽറ്റിംഗ് മെറ്റീരിയൽ ഓർ സൊല്യൂഷൻ. അപ്പൊ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു സ്പാർക്ക് കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ് പ്ലാസ്മയാണ്, അല്ലെങ്കിൽ ICP ടോർച്ച് എന്ന് നമ്മൾ പറയും. ആൻഡ് അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആർഗൺ ഗ്യാസിന്റെ ഒരു റിസർവോയർ ഉണ്ട്, ഇവിടെ ഒരു കോർഡ്സ് ട്യൂബ് ഉണ്ട്. ഓക്കെ, ഈ ആർഗൺ ഗ്യാസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിസർവോയറിൽ നിന്നും ആർഗൺ ഗ്യാസ് ഈ കോർഡ്സ് ട്യൂബിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാണ്. അവിടെ നമ്മളൊരു ടെസ്ല കോയിലിന്റെ സഹായത്തോടു കൂടി നമ്മളൊരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, ആ സ്പാർക്കിന്റെ എനർജി യൂസ് ചെയ്തിട്ട് ഇവിടെ സറൗണ്ടിങ്ങിലുള്ള ആർഗൺ ആറ്റംസ് എല്ലാം എന്തായിട്ട് മാറുന്നു, ആർഗൺ അയോൺസും ഇലക്ട്രോൺസും ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ആർഗൺ അയോൺസും ഇലക്ട്രോൺസും ഫോം ചെയ്തു. ഇവിടെ ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്, നമ്മൾ റേഡിയോ ഫ്രീക്വൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്. റേഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. നമ്മുടെ കയ്യിലുള്ളത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്, ദാറ്റ് ഇസ് ആർഗൺ അയോണും ഇലക്ട്രോൺസും ആണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. നമ്മളിവിടെ റേഡിയോ ഫ്രീക്വൻസി കോയിൽ കൊടുക്കുന്നു, അതിലൂടെ റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, പൊളാരിറ്റി ജനറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് നോർത്ത് പോളും സൗത്ത് പോളും ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ആർഗൺ ആറ്റം എന്ത് ചെയ്യുന്നു, റെസ്പെക്റ്റീവ് പോളിലേക്ക് എന്ത് ചെയ്യുന്നു, ആക്സിലറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഇത് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് അടുത്ത സെക്കൻഡിൽ ഇത് എന്ത് ചെയ്യുന്നു, പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആർഗൺ ആറ്റം അടുത്ത എൻഡിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഹെലിക്കൽ മോഷൻ ആർഗൺ ആറ്റം മൂവ് ചെയ്യാണ്, ഹൈ വെലോസിറ്റിയിലാണ് ആർഗൺ അയോൺസ് മൂവ് ചെയ്യാണ്, ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ നൈബറിംഗ് ആയിട്ടുള്ള ആർഗൺ ആറ്റത്തിനെ കൊളൈഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും ആർഗൺ അയോൺസും ഇലക്ട്രോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഇതിലുള്ള ഈ ആർഗൺ എന്ന് പറയുന്ന ഒരു പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു അയോണൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ ഇവിടെ ഒരു ഹൈ ടെമ്പറേച്ചർ അയോണൈസ്ഡ് പ്ലാസ്മ സ്റ്റേറ്റ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിലൂടെ നമ്മൾ സാമ്പിൾ കൊടുക്കുകയാണ്. ഓക്കെ, സാമ്പിൾ കൊടുത്തു, നെബുലൈസർ അതിൽ നിന്ന് എന്ത് ചെയ്തു, ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്വാർട്സ് ട്യൂബിലേക്ക് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യണം. അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സാമ്പിളിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആർഗൺ ഗ്യാസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ആർഗൺ ഗ്യാസ് ഹൈ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഈ സാമ്പിളിനെയും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സാമ്പിൾ ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ്, ആ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യുകയും വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, അത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. നമ്മൾ ICP ടോർച്ച് എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സാമ്പിളിലുള്ള എലമെന്റ്സ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ICP എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ വർക്കിങ്ങും ബാക്കി കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കൂടാതെ നമുക്കൊരു സോഴ്സ് ഗ്ലോ ഡിസ്ചാർജ് ആണ്. അപ്പൊ ഗ്ലോ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ICP ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ ICP കൊടുക്കുന്ന അത്ര ടെമ്പറേച്ചറും അത്ര തന്നെ പ്രഷറും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ICP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോ ഡിസ്ചാർജിൽ ടെമ്പറേച്ചർ തരുന്നത് കുറവായിരിക്കും. അത് മാത്രമല്ല, അവിടെ ഡിസ്ചാർജിന്റെ ഫലമായിട്ട് ഒരു ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഗ്ലോ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. അതിന് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ലേസർ ആണ്. ഓക്കെ, ലേസർ ആണ് അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യില് ഇവിടെ നമ്മുടെ സാമ്പിൾ ഉണ്ട്. ഓക്കെ, നമ്മുടെ സാമ്പിൾ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ലേസർ സോഴ്സ് ആണ്. ലേസർ സോഴ്സിൽ നിന്ന് ലേസർ ബീം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോസ്കോപ്പ് വഴി നമ്മൾ ഈ സാമ്പിളിലേക്ക് എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ ലേസറിന്റെ ഹീറ്റ് വെച്ചിട്ട് സാമ്പിളിന് എന്ത് ചെയ്യാൻ പറ്റും, വേപ്പറൈസ് ചെയ്യാനും അറ്റോമൈസ് ചെയ്യാനും എക്സൈറ്റ് ചെയ്യാനും പറ്റും. ഇനി ഈ ലേസറിൽ നിന്നുള്ള ഹീറ്റ് സഫീഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇലക്ട്രോഡ്സും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ആ സാമ്പിളിനെ വേപ്പറൈസ് ചെയ്യുകയും അറ്റോമൈസ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. So the laser provides a highly focused beam capable of vaporizing even refractory material, making it an effective excitation source for atomic emission. If the evaporated atoms are not sufficiently excited thermally, an electric discharge can be applied to enhance atomic emission. So ഇത്രയാണ് നമുക്ക് സോഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി സെറ്റപ്പും കൂടെ, ഓക്കെ, നമുക്ക് ഇലക്ട്രോഡുകളും അതുപോലെ തന്നെ സ്ലിറ്റ്,
ഡിസ്പേഴ്സിങ് എലമെന്റ്, ഡിറ്റക്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ആപ്ലിക്കേഷൻസും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.